ഹോട്ടലൊക്കെ ചെയ്ത് ഹെയർ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. മനസ്സിലായോ? കാരണം ഒരുപാട് ഇതായതല്ലേ ഹെയർ. പിന്നെ കണ്ണ് റെഡ് ഉണ്ട്, കണ്ടോ? റെഡ് ഉണ്ട്, പക്ഷെ കണ്ണ് തുറന്ന് നോക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്നത്, പെണ്ണുങ്ങളുടെ ശ്രദ്ധയ്ക്കാണ്. കല്യാണം കഴിഞ്ഞതും കല്യാണം കഴിക്കാൻ നിൽക്കുന്നതും ലവേഴ്സിനോട്, പെൺപിള്ളേരുടെ ശ്രദ്ധയ്ക്ക്. ആൺപിള്ളേർക്കും അത് ഏറ്റെടുക്കാം, രണ്ട് കൂട്ടർക്കും ഇത് ഏറ്റെടുക്കാം. രണ്ടുപേരും ഈ ടിപ്പ് ഫോളോ ചെയ്യുന്ന നല്ലത് തന്നെയായിരിക്കും. നിങ്ങളൊരിക്കലും ഇനിയിപ്പോൾ സ്നേഹിക്കുന്ന സമയത്തോ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ ഒരു കുറവും പാരൻസിനൊരു കുറവുണ്ടെങ്കിൽ ശരി, പാരൻസിന് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, പാർട്ട്ണറോട് പറയാണ്ടിരിക്കുക. നിങ്ങൾ ആരോട് പറഞ്ഞാലും ശരി, ഒരു കാരണവശാലും നിങ്ങളുടെ പാർട്ട്ണറോട് പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ നേരെ തിരിയാനുള്ള വലിയൊരു ആയുധമായിട്ടിരിക്കും. മനസ്സിലായോ? കെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് വെച്ച് നിങ്ങളെ അവർ കുത്താൻ തുടങ്ങും. ആ കുത്തൽ ഓർക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടില്ല. ശരിയാണ്, ഞാൻ വെറുതെ പറഞ്ഞു, എന്തിൻ്റെ ആവശ്യത്തിനായിരുന്നു. ഓരോ സമയം ചിലപ്പോൾ പിണങ്ങുമ്പായിരിക്കും ആയുധം നിങ്ങളിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടേതായാലും ശരി, നിങ്ങളുടെ കുടുംബത്തിൻ്റേതായാലും ശരി, നിങ്ങൾ പറയാണ്ടിരിക്കുക. വട്ടി കൊടുത്ത് അടി വാങ്ങാണ്ടിരിക്കുക. എത്ര നല്ല ഭർത്താവായാലും ശരി, പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് കാര്യം, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നെഗറ്റീവ് കാര്യം പുറത്ത് പറയാണ്ടിരിക്കുക. കാരണം ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളങ്ങനെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒളിച്ചോടി പോയി എന്നാൽ എന്തെങ്കിലുമൊക്കെ വേറെ അറിഞ്ഞോട്ടെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ മതി. അയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെപ്പോഴും നിങ്ങളത് വെച്ചിട്ട് കുത്തു പറയും. നീ എപ്പോഴും അവിടെ നിന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായി? നിങ്ങൾക്കത് ഭയങ്കര കുത്തൽ തന്നെയായിരിക്കും. ഒളിച്ചോടി പോയ പിന്നിലുള്ള കഥ നമുക്കൊന്നും അറിയില്ല, അതെന്തായതാണ്. ഒളിച്ചോടി പോയ പെണ്ണിനെ അറിയുള്ളൂ. ചിലപ്പോൾ അച്ചക്കനെ ഓക്കെ, അത് അവരുടേതായ കാര്യം, പേഴ്സണൽ കാര്യമാണ്. ഓക്കെ, നിങ്ങളൊരു കാര്യം പറയാണ്ടിരിക്കുക. എപ്പോഴും നിങ്ങളുടെ പാരൻസിനെ കുറിച്ചായാലും ബന്ധുക്കളെക്കുറിച്ചായാലും നല്ല മൊമെൻറ്റ്സിൽ അത് മാത്രം പാർട്ട്ണറെ അറിയിക്കുക. പാർട്ട്ണറോട് പറയുക. അല്ലാണ്ട് എന്നെ അവർ വേദനിപ്പിച്ചു, ഇവർ വേദനിപ്പിച്ചു, എന്നെ അവരെ വീട്ടിൽ നിന്നിട്ട് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചു, എന്തിനാ പറയണേ? ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ദ്രോഹത്തിലേക്ക് കയറി നിങ്ങൾ കാല് വെച്ച് പോകും. അമ്മായിയമ്മേൻ്റെയൊക്കെ സിമ്പതി കിട്ടാൻ പറയുന്നതായിരിക്കും, അത് സിമ്പതി ആയിരിക്കില്ല. മനസ്സിലായോ? നിങ്ങൾക്കുള്ളൊരു ആയുധമാണത്, നിങ്ങളുടെ നേരെ തിരിയാനുള്ളൊരു ആയുധമാണ്. ഒരിക്കലും നിങ്ങൾ ഹസ്ബൻഡായാലും ശരി, പിന്നെ നിങ്ങൾക്ക് മുൻപുണ്ടായ ലവ് ആന കുതിര ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊന്നും വലിയ ലവൊന്നും ആയിരുന്നില്ല എന്നുള്ള രീതിയിൽ പിന്നെ എപ്പോഴെങ്കിലും ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. വെറുതെ നിങ്ങളെ കഞ്ഞിയിൽ നിങ്ങൾ പരിയിടേണ്ട ഒരു ആവശ്യമില്ല. ആണായാലും സ്നേഹിക്കും, പെണ്ണായാലും സ്നേഹിച്ചിരിക്കും ആ ഒരു പ്രായത്തിൽ. ഇല്ലയെന്ന് എത്ര പറഞ്ഞാലും അത് കളവാണ്. ഒരു അറ്റാച്ച്മെൻ്റെങ്കിലും വന്നിരിക്കും. അതിന് പ്രത്യേകം ഭർത്താവിനോട് പറഞ്ഞ് അയ്യോ ചേട്ടാ ഞാൻ ചെറുങ്ങനെ സ്നേഹിച്ചിരുന്നു, അതിന് അവരത് അങ്ങ് അപ്പുറത്തവരെ എണ്ണും. മനസ്സിലായി? പിന്നെ എപ്പോഴും സംശയമായിരിക്കും, ഇവളിനി അവനപ്പുറം പോയിട്ടുണ്ടോ, കിടന്നിട്ടുണ്ടോ, അവനാണ് കുതിരയാണ്, എന്തിൻ്റെ ആവശ്യത്തിനാണ്? ഒന്നും പറയണ്ട, ഒരാവശ്യമില്ല. മുന്നോട്ടുള്ള ലൈഫ് എന്താണ് അത് നോക്കുക. ഒന്നും പറയാൻ പോണ്ട. അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതൊന്നുമില്ല എന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞു വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ പറയേണ്ട എപ്പോഴാണെന്ന് പറയും, ഇതൊക്കെ പറയണം. ഞാൻ പറയാം, വയസ്സായി ഒരു 60 എബോവ് കഴിയുമ്പം ഇതെല്ലാം പറയണം. മനസ്സിലായോ? അത് ഭയങ്കര ഒരു രസമായിരിക്കും. അന്നുണ്ടല്ലോ പണ്ട് എനിക്കൊരു ലവർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുക. മനസ്സിലായോ? അതൊരു രസമായിരിക്കും അവരോട് പറയുമ്പോൾ. അപ്പോൾ പിന്നെ അവർക്കൊന്നും അടിക്കാനും പിടിക്കാനും പറ്റില്ല. എടീ നീ എന്നെ പറ്റിച്ചിട്ട് രസമായിരിക്കും അവർക്ക് ആ സമയത്ത് കേട്ടിരിക്കാനൊക്കെ ആയിട്ട്. നിങ്ങൾ ആ ഒരു ഏജൊക്കെ എത്തുമ്പം പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങോട്ട് കേൾക്കുമ്പോഴും ഇങ്ങോട്ട് കേൾക്കുമ്പം ചിരിയും തമാശയൊക്കെ ആയിരിക്കും. മനസ്സിലായി? അതുവരെ നിങ്ങൾ നിങ്ങളുടേതായ കുഴി നിങ്ങളായിട്ട് തോണ്ടാണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ ഫാദറായാലും മദറായാലും ചിലപ്പോൾ നിങ്ങൾ അടിക്കുന്ന ആളായിരിക്കാം, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്ന ആളായിരിക്കാം. പിന്നെ ചെറിയൊരു ഇതുണ്ടെന്ന് പറയാം, എൻ്റെ ഫാദറിന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ഇതൊക്കെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ചിലപ്പോൾ കെട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവിനോട് ചിലപ്പോൾ ദേഷ്യമായിരിക്കാം. ചിലപ്പോൾ മിസ്ബിഹേവ് ചെയ്യുന്ന ഫാദറൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തിൽ, പറയാൻ പറ്റില്ല. എത്രയോ അടുത്ത് നടക്കുന്നുണ്ട്, മോശം ഫാദറൊക്കെ ഉണ്ട്. അതൊക്കെ ലൈഫിൽ കൊണ്ട് നടക്കുന്ന പെൺപിള്ളേരും ഉണ്ട്, ഒരുപാടുണ്ട്. പുറത്ത് പറയാൻ പറ്റുന്നുണ്ട് ഫാദറായതുകൊണ്ട് വെച്ച്. ഇതൊന്നും പറയണ്ട, അത് നിങ്ങളുടേതായ ഉള്ളിലിരുന്നോട്ടെ. അത് നിങ്ങൾ പറഞ്ഞാൽ മതി. കുറച്ച് ദേഷ്യം കൂടുതലാണ് ഫാദറിന്, അതുകൊണ്ട് ഞാൻ എവിടേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിൽ അത് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡ് വീട്ടിലേക്കാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിന്നാൽ മതി. നിങ്ങൾ ചിലപ്പം ഈ ഫാദറിന് ഇഷ്ടമല്ലാണ്ട് പോകാതിരിക്കുന്നതൊക്കെ ഉണ്ടാവും. അപ്പോൾ
അങ്ങനെ പോകാനൊക്കെ വീട്ടിലോട്ട് പോകാൻ മടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളാരും ആണുങ്ങൾ വിടാണ്ടിരിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്തടത്തേക്ക് അവരെന്തെങ്കിലും ഒന്നുമില്ലാണ്ട് ഒരിടത്തേക്കും കുട്ടികളായാലും ശരി, കുട്ടികളെ മിസ്ബിഹേവ് ചെയ്യുന്നവരിടത്തേക്ക് കുട്ടികൾ പോകാൻ ആഗ്രഹിക്കില്ല. കുട്ടികൾ പറയും ഞാൻ ആ വീട്ടിൽ പോകില്ല, നമുക്ക് വേണ്ടാന്ന് പറയും. നിങ്ങൾ ഈ പോകുമ്പോൾ തന്നെ നിൻ്റെ മാമനല്ലേ അല്ലെങ്കിൽ നിൻ്റെ വലിയച്ഛനല്ലേ ചെറിയച്ഛനല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ എടുത്ത് വിടാണ്ടിരിക്കും. ഇതുപോലെ തന്നെ പെണ്ണുങ്ങളും കുട്ടികളെ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടോ, ആൺകുട്ടികളെ. അപ്പോൾ അങ്ങനെ ആൺകുട്ടികൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ ചില കുട്ടികൾ എതിർക്കും, മനസ്സിലായോ? ചില കുട്ടികൾക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ആ കുട്ടികൾ പറയും അമ്മ ഞാൻ പോകില്ല എന്ന് പറയുകയാണെങ്കിൽ വിടണ്ട, നിങ്ങൾ വിടണ്ട. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പാരൻസ് വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. എവിടെയും നിങ്ങളുടെ സംരക്ഷണം ഒരിക്കലും വേറൊരിടത്തുനിന്ന് കിട്ടിയെന്ന് വരില്ല. മനുഷ്യനാണ്, പല രീതിയിലുള്ളതാണ്. അപ്പോൾ എപ്പോഴാണ് ഇവിടെ ഒരു ചേഞ്ചസ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കൈകളിൽ, പ്രത്യേകിച്ച് അമ്മമാരുടെ കൈകളിൽ എപ്പോഴും സുരക്ഷിതമായിരിക്കണം മക്കൾ. അച്ഛന്മാരുടെ അടുത്തും അമ്മമാരുടെ അടുത്തും സുരക്ഷിതമാണ്. നിങ്ങളുടെ അടുത്തുനിന്ന് കിട്ടാത്ത ഇത് വേറൊരിടത്തുനിന്ന് എവിടെ നിന്ന് കിട്ടും? മിസ്ബിഹേവ് ചെയ്യുന്ന ഫാദർമാരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ ഇങ്ങനെ തോന്നുന്നു, നിങ്ങൾക്ക് ജനിച്ചിട്ടുണ്ടായ മക്കളോടൊക്കെ എങ്ങനെ തോന്നാൻ? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് നിങ്ങൾ പോട്. നിങ്ങളവിടെ നിൽക്കാൻ യോഗ്യനല്ല. നിങ്ങളൊന്നുകിൽ മരിക്കുന്നതായിരിക്കും നല്ല, മനസ്സിലായി? മക്കളെ ആ ഒരു കണ്ണോടുകൂടി കാണാം. നിങ്ങൾ സൂയിസൈഡ് ചെയ്ത് മരിച്ചു പോടും. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. നിങ്ങളൊക്കെ ഉണ്ടല്ലോ പുഴുത്തേ മരിക്കുള്ളൂ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ, സ്വന്തം മക്കളോട് കാണിക്കുന്നുണ്ടെങ്കിൽ. പുഴുത്തെന്ന് വെച്ചാൽ പുഴുത്തേ നരകിക്കുള്ളൂ. നമുക്കങ്ങനെ ടി വിയിലൊക്കെ കാണുമ്പോൾ തന്നെ എന്ത് സങ്കടമാണെന്നറിയാം. നമ്മൾക്ക് കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ വയ്യാത്ത, ഞാനൊക്കെ പൊട്ടി കരയിലുണ്ട് ദൈവത്തിനോട് വെച്ചിട്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു പണിഷ്മെൻറ്റ് മക്കളോടൊക്കെ കാണിക്കുന്നതെന്ന്. അവസാനം വാളയാറിൻ്റെ പ്രശ്നമായിരുന്നു ഭയങ്കര ഇതായത്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കാൻ ഇടവരുത്തരുതേ എന്ന് പറഞ്ഞു. വലിയൊരു ഓക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മക്കളൊക്കെ എന്താണ്, അവർക്ക് അവിടെ എന്താ ഉള്ളത്? സെക്സ് എന്തൊന്നു പോലും അറിയാത്ത മക്കളോട് ഒക്കെ കാണിക്കുന്നത് നെറുകേടല്ലേ? അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെ വീട്ടിൽ എപ്പോഴും നിങ്ങളെ മക്കളെ സേഫാക്കി 2 കൈകളിൽ പൊതിഞ്ഞ് നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് ലവറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കാമൻ ക്വയറ്റോടുകൂടി ചെയ്യുക. കുട്ടികളുടെ മുന്നിൽ ഒരിക്കലും അത് കാണിക്കാണ്ടിരിക്കുക. പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കുമെന്ന് അറിയില്ല. പലയിടത്തും നടക്കുന്നുണ്ട്, അങ്ങനെയല്ല. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നുമില്ല, ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, മനസ്സിലായ? പക്ഷെങ്കിൽ ഒരിക്കലും അത് കുഞ്ഞുങ്ങൾ അറിയാൻ ഇടവരുത്തരുത്. നിങ്ങൾക്കൊരു മോശം സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും കുഞ്ഞുങ്ങൾ അറിയാൻ ഇടവരുത്തരുത്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിങ്ങളെപ്പോഴും പെർഫെക്റ്റാണ് മാതൃക പാരൻസ് തന്നെയായിരിക്കണം. ഇല്ലെങ്കിൽ അത് അവരെയും ബാധിക്കും. അതുകൊണ്ടായി പറയുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ലൈഫിൽ എല്ലാവരും നല്ല രീതിയിൽ പോട്ടെ. ഇത് ഫുള്ള് വീഡിയോ ആവുമെന്ന് അറിയില്ല. ഇത് പറയണമെന്ന് എനിക്ക് തോന്നി. ഇന്നലെ ഞാൻ മനസ്സിൽ ഒരു കണ്ടൻറ്റ് ഓർത്തത് ഇത് തന്നെയാണ്. പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല ഇതിന് മുന്നേ.